Hello friends, my fish tank creation വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ സാധനമാണ്. ഇത് ബ്രീഡിംഗ് ബോക്സ് ആണ്. ഇത് ബ്രീഡിംഗ് ബോക്സിനുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഗപ്പീസിന് അതായത് ലൈവ് ബിയറേഴ്സ് പ്രസവിക്കുന്ന മീനുകൾക്ക് പ്രസവിക്കുമ്പോൾ തന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളെ തിന്നു കളയും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ പാരൻറ്റ് സ്റ്റോക്കിനെ ഇതിനകത്ത് നിക്ഷേപിക്കും. അപ്പോൾ ഡെലിവറി ആവുന്ന സമയത്ത് ഈ ഹോളിൽ കൂടെ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് പോകും. അപ്പോൾ അതാണ് നമ്മുടെ മെയിനായിട്ട് ഈ ബ്രീഡിംഗ് ബോക്സിനുള്ള ഉപകാരം. അപ്പോൾ ഈ മെറ്റീരിയൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനമാണ്. ഈ സാധനം അതായത് മെഷ് എന്ന് പറയും. ഇത് 4 ഇഞ്ച് മെഷ്, 4 ഇഞ്ചാണെന്ന് പറയില്ല, മെഷാണ് സംഭവം. ഏകദേശം ഈ വലുപ്പത്തിലുള്ള ഹോളായിരിക്കണം. ഹോൾ ഇതിനേക്കാളും ചെറുതാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇപ്പോൾ ഹോള് വലുതാൻ ചെറിയ സംശയമുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ വാങ്ങിക്കാൻ നേരത്തെ ഇതിനേക്കാളും ചെറിയ ഹോളുകൾ വാങ്ങിക്കാൻ നോക്കുക. പിന്നെ ഇതവിടെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹാർഡ്വെയർ കടകളിലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്, കൂടുതലാണ്. ഇപ്പോൾ ഹാർഡ്വെയർ കടയിൽ നിന്ന് ഞാനിത് വാങ്ങിച്ചത് 110 രൂപക്കാണ് മീറ്ററിന്. അത് പല കടകളിലും പല വിലയാണ്. ഞാൻ ഒരു സ്ഥലത്ത് അന്വേഷിച്ചപ്പോൾ 160 പറഞ്ഞ്, ഒരാൾ വാങ്ങിച്ചത് 140-നാണ്. അപ്പോൾ ഇതെനിക്ക് കിട്ടിയത് 110 രൂപക്കാണ് മീറ്റർ. 5 മീറ്റർ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്താണ് നമ്മളിപ്പോൾ തുറന്ന് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിനി ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ നോക്കാം. ഇപ്പോൾ ഞാനിവിടെ നമ്മുടെ ബ്രീഡിംഗ് ബോക്സ് ഉണ്ടാക്കാനായിട്ടുള്ള ആവശ്യത്തിനുള്ള അളവിന് ഞാൻ ആ റോളിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ബ്രീഡിംഗ് ബോക്സിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 സെൻറ്റിമീറ്റർ വീതിയും 40 സെൻറ്റിമീറ്റർ നീളവും പിന്നെ 15 സെൻറ്റിമീറ്റർ ഉയരത്തിലാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഉയരം അതായത് 15 സെൻറ്റിമീറ്റർ ഒന്നും ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ വെച്ചാൽ നമുക്ക് മടക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കട്ട് ചെയ്തിരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതുപോലെ ഈ സൈഡിൽ നിന്ന് പിടിച്ചിട്ട് 15 സെൻറ്റിമീറ്റർ എടുക്കാം. ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ മാർക്കിൽ നിന്ന് നേരെ മുകളിലേക്കായിട്ട് 15 സെൻറ്റിമീറ്റർ കൂടി എടുക്കാം. എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് ആ 15 സെൻറ്റിമീറ്ററോടെയാണ് കട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ട് 15 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് ഈ മാർക്കിൽ നിന്ന് നമ്മൾ മുകളിലെടുത്തിരിക്കുന്ന മാർക്കിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ തന്നെ നമ്മുടെ 4 സൈഡുകളിലും ചെയ്യണം. 4 സൈഡിലും ചെയ്താലാണ് നമുക്കിങ്ങനെ ഹൈറ്റിലേക്ക് മടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് 4 സൈഡും ഇങ്ങനെ കട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ 4 ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത ഭാഗങ്ങളിൽ നമ്മൾ ഒന്നിങ്ങനെ എല്ലാ ഭാഗവും, അതായത് 4 ഭാഗവും ഇങ്ങനെ ഒന്ന് മടക്കി അതിൻ്റെ മടക്കൊന്ന് ഫൈനാക്കി എടുക്കണം. അങ്ങനെ എല്ലാ ഭാഗവും ഇങ്ങനെ ഫൈനാക്കി എടുക്കണം. നമുക്ക് ഈ സാധനം കൂടി വേണം. ഇത് കേബിൾ ടൈ എന്ന് പറയും. ഇപ്പം നമ്മൾ മടക്കി വെച്ചേക്കുന്ന ബോക്സ് ഇത് വെച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് 100 എണ്ണത്തിന് ഞാൻ വാങ്ങിച്ചത് 40 രൂപക്കാണ്. ഇത് ഇലക്ട്രിക് ഷോപ്പുകളിൽ ഇത് അവൈലബിൾ ആണ്. ഓക്കെ, നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ മടക്കി ക്ലിയർ ആക്കി വെച്ചിരിക്കുന്ന ആ ഭാഗങ്ങൾ ഇങ്ങനെ ഇതുപോലെ ബോക്സ് ആക്കിയിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുക. 4 സൈഡിലും മടക്കുക. എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത ചെറിയ ഭാഗങ്ങൾ പുറത്തേക്ക് ആക്കിയിട്ട് വലിയ ഭാഗം ഉള്ളിലാക്കിയിട്ട് ഇങ്ങനെ ഇതുപോലെ വീഡിയോ കാണുന്ന പോലെ മടക്കി വെച്ചേക്കുക. എന്നിട്ട് നമ്മൾ 2 ഭാഗം കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് കേബിൾ ടൈ ടൈറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ ഇവിടെ തന്നെ 3 സൈഡിലും 3 സ്ഥലത്തും പിന്നെ നമ്മുടെ അവിടെ അറ്റത്തും വീഡിയോ കാണുന്ന പോലെ തന്നെ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ തന്നെ 4 സൈഡുകളിലും ഇതുപോലെ തന്നെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ സൈഡ് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ എല്ലാ സൈഡും നമുക്ക് ക്ലിയർ ആക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ സൈഡും ഇതുപോലെ തന്നെ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇതുണ്ടല്ലേ, എല്ലാ സൈഡും ക്ലിയർ ആയിട്ടുണ്ട്. ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നീണ്ടു നിൽക്കുന്ന കേബിൾ ടൈൻ്റെ ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് കട്ട് ചെയ്ത് കളയണം. അതുവരെ നീണ്ടു നിന്നിട്ട് വല്ല കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്കതുകൊണ്ട് അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് കളയണം.
ഓക്കെ, ഇപ്പോൾ നമ്മൾ എല്ലാ ടൈയും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചെറിയ പരിപാടിയും ചെയ്യാനുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ 2 ഭാഗങ്ങളിലായിട്ട് 2 തെർമോക്കോൾ പിടിപ്പിക്കണം. ഇനി നമുക്ക് തെർമോക്കോൾ പിടിപ്പിച്ച് തുടങ്ങാം. ഈ തെർമോക്കോൾ എവിടെ നിന്നിട്ടാണോ തുടങ്ങുന്നത് അതിൻ്റെ തെർമോക്കോളിൻ്റെ തൊട്ടടി ഭാഗം വരെയാണ് നമ്മുടെ വെള്ളത്തിൽ ഇത് മുങ്ങത്തുള്ളൂ. അപ്പോൾ ഇത് പൊങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ തെർമോക്കോൾ പിടിപ്പിക്കുന്നത്. ഇനി ഈ ഭാഗത്തും, അതായത് നമ്മൾ നേരത്തെ കെട്ടിയ തെർമോക്കോൾ കെട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഭാഗത്തും ഇതുപോലെ തന്നെ തെർമോക്കോൾ വെച്ചൊന്ന് കെട്ടിക്കിടക്കുക. 2 ഭാഗത്ത് തെർമോക്കോൾ വെച്ചാൽ മതിയാവും, 4 ഭാഗത്തും വെക്കേണ്ട ആവശ്യമില്ല. ഈ 2 തെർമോക്കോളിൽ തന്നെ നമ്മുടെ ബ്രീഡിംഗ് ബോക്സ് പൊങ്ങി കിടന്നോളും. നമ്മുടെ ബ്രീഡിംഗ് ബോക്സ് ഫുള്ള് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അത് പൊങ്ങി കിടക്കോ ഇല്ലയെന്ന്. ഇത് കണ്ടില്ലേ, ആ 2 തെർമോക്കോളിൻ്റെ ആവശ്യമുള്ളത് പൊങ്ങി കിടക്കുന്നുണ്ട്. മീനുകൾ പുറത്തേക്ക് പോകത്തില്ല. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഗപ്പീനെ ഇതിനകത്ത് സെറ്റ് ചെയ്യാം. നമ്മൾ ഈ ഫ്രിഡ്ജ് ബോക്സിലാണ് ഈ ബ്രീഡിംഗ് ബോക്സ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ പായലൊക്കെ കുറച്ചൊന്ന് വാരി കളഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ചായ കെട്ടുകൂടും. ഓക്കെ, നമ്മൾ ഇതിന് ഇറക്കി വെച്ചിട്ടുണ്ട് ബ്രീഡിംഗ് ബോക്സ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഗപ്പീസിനെ ആഡ് ചെയ്ത് കൊടുക്കാം. പാരന്റ് സ്റ്റോക്കിന് ഇതിനകത്ത് നിക്ഷേപിക്കാം. ഇപ്പോൾ ഈ ഗപ്പി എന്ന് പറയുന്നത് പ്ലാറ്റിനം വൈറ്റ് എന്ന് പറഞ്ഞ ഗപ്പിയാണ്. ഇതെല്ലാവർക്കും അറിയാൻ പറ്റാവുന്ന ഒരു ഗപ്പിയാണ്, ഒരു പോപ്പുലറായിട്ടുള്ള ഗപ്പിയാണിത്, പ്ലാറ്റിനം വൈറ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഗപ്പിനെയാണ് ഇതിനകത്ത് ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്രീഡിംഗ് ബോക്സ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ നേരത്തെ ഏറ്റവും ചെറിയ ഹോളുള്ള ടേപ്പ് വാങ്ങിക്കാൻ നോക്കുക, ചെറിയ ഹോളുള്ള മെഷ് വാങ്ങിക്കാൻ നോക്കുക. അല്ലെങ്കിൽ മെഷ് തന്നെ വേണമെന്നില്ല, ഇത് കൊതുക് പോലെയല്ല, കൊതുകിൻ്റെ നെറ്റൊക്കെ അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റാവുന്ന നെറ്റുകളുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതിയാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.